ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് വന്ദനം വണക്കം. നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു നല്ലൊരു ചൂടുള്ള കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് കേട്ടോ. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ തേയില കാപ്പി കുടിക്കുന്നത്. അപ്പോൾ ചായ വയ്ക്കുന്ന സമയത്ത് തന്നെ കടലക്കറി, പിന്നെ ചായ, പിന്നെ അപ്പുറത്ത് തന്നെ ചോറും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടില്ല. ഇത് ഉച്ചക്കത്തേക്ക് ഏട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രണ്ടിൽ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ തോർന്നപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് ചെറുതായിട്ടൊക്കെ വായി നോക്കിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഏട്ടൻ്റെ പാൻറ്റും ഷർട്ടുമാണ് തേക്കുന്നത് കേട്ടോ. അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ആണ് ഞാൻ പാൻറ്റും ഷർട്ടും നനച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തേച്ചിട്ടാണ് കേട്ടോ അത് ഉണക്കുന്നത്. തീരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാൻറ്റൊന്നും തേച്ചിട്ട് ഉണങ്ങുന്നും പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇതെവിടെ ഒരു തെങ്ങ് മരം കാണുന്നുണ്ടല്ലോ, തെങ്ങിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മളൊരു വേസ്റ്റ് കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരു 2-3 മൈലൊക്കെ വരും കേട്ടോ. അതിനെയും നോക്കി കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തേക്ക് ഏട്ടന് കഴിക്കാനുള്ള എന്തെങ്കിലും എപ്പോഴെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ദോശ, ഇഡലി, പുട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ചിരട്ടപ്പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആര്യൻ എണീറ്റു. പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ കൂടെ ഞാൻ ഏട്ടനും ഒരു എഗ്ഗ്, പിന്നെ ഇന്നലെ പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പഴം കൊടുത്തു. പിന്നെ 2-3 പപ്പടം കാശി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു രാവിലെ തന്നെ ഏട്ടൻ. അതിന് ശേഷം ഇന്നലത്തെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് രാവിലത്തേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 5 മണിയൊക്കെയാണ് കാണിക്കുന്നത്. അതിനിടയിൽ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അവനെ ഉറക്കുക, അവന് ഫുഡ് കൊടുക്കുക, പിന്നെ ഞങ്ങളിവിടെ മിണ്ടാതിരിക്കൽ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങി എണീച്ചതിന് ശേഷമുള്ള വീഡിയോസാണ്, ക്ലിപ്സാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഞാനും അവനും കൂടിയിട്ട് വെറുതെ ചെയറൊക്കെ ഇട്ട് വന്നിരിക്കും. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ കുറച്ച് നേരം പൈപ്പിൽ വെള്ളത്തിലൊക്കെ കളിക്കും. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു പട്ടിയുള്ളത് രാത്രി മാത്രമേ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് വേറെ കൂട്ടൊന്നും ഇല്ല കളിക്കാനായിട്ട്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കളിക്കും. പിന്നെ അവൻ്റെ സൈക്കിളാണ് കേട്ടോ അതവിടെ ഇരിക്കുന്നത്. അവൻ്റെ പിറന്നാളിന് വാങ്ങിച്ച സൈക്കിളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കഴുകും. പിന്നെ അത് അവിടെ കിടക്കുന്നുണ്ടോ റോസ്, അതിലേക്ക് തെങ്ങിലേക്കും പിന്നെ മന്ദാരത്തിലേക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കും അവൻ. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ഏട്ടൻ വരും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു ഈവനിങ് ടൈമിൽ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയോ അവനെ പിടിച്ചുകൊണ്ട് പോയി ഉള്ളിലേക്ക് ആക്കിയിട്ടാണ്. പിന്നെ അവൻ കൊതറി പിടിച്ച് വീണ്ടും ഞാൻ പുറത്തേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു. കാര്യം പിന്നെയും മഴ കനക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ. അമ്മ നോക്കി അതാ വായിക്കൂടെ Good, 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 good.